നമസ്കാരം. ഏവർക്കും വിജിലൻറ്റ് വാച്ചിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിനും പന്തളത്തിനുമിടയ്ക്ക് കുളനടയിൽ ഡോക്ടർ ജി വിജയകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള നദീതീര ആരോഗ്യ തീം പാർക്കിന് മുന്നിലാണ്. പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഡയബറ്റിസ് സ്പെഷ്യൽ കെയർ സെൻറ്റർ ആയ ശേഷം ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ജി വിജയകുമാറിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അച്ചൻകോവിലാറിൻ്റെ തീരത്ത് 5 ഏക്കറിലുള്ള ആരോഗ്യ തീം പാർക്ക്. കാർഷിക വൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാംഗോ മെഡോസും വാട്ടർ തീം പാർക്കും ഒക്കെ കണ്ടിട്ടുള്ളവർക്കും എവിടെയും സന്ദർശിച്ചിട്ടില്ലാത്തവർക്കും പുതുമയുള്ള ഒരു അനുഭവമായിരിക്കും ഈ ആരോഗ്യ തീം പാർക്ക്. കയറി ചെല്ലുന്നിടത്ത് ഒരു വിശാലമായ പാർക്കും ഓപ്പൺ ജിമ്മുമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി ഉപകരണങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ ശില്പങ്ങളായും ശിലാലിഖിതങ്ങളായും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ മലയാളിയുടെ ആരോഗ്യ ജീവിതം എങ്ങനെ തകിടം മറിഞ്ഞു എന്ന് പറയാതെ പറയുന്ന, ജീവൻ തുടിക്കുന്ന ചിത്രീകരണങ്ങളാണ് ഈ പാർക്കിൽ എവിടെയും കാണുന്നത്. പ്രശസ്ത ബംഗാളി നോവലിസ്റ്റ് താരാശങ്കർ ബാനർജിയുടെ വിഖ്യാത നോവലാണ് ആരോഗ്യനികേതനം. ആരോഗ്യനികേതനം അലോപ്പതി ഡോക്ടറാകാൻ കൊതിച്ച് പാരമ്പര്യത്തിൻ്റെ കണ്ണിയാകാൻ നിർബന്ധിക്കപ്പെട്ട് നാഡി പരിശോധിച്ച് രോഗികളുടെ മരണം കൃത്യമായി പ്രവചിക്കുന്ന ജീവൻ മഷായി എന്ന ഭിഷഗ്വരൻ്റെ ജീവിതകഥയാണ്. ഇതിന് സമാനമാണ് ഇന്ന് കേരളത്തിലെ ഓരോ ഡോക്ടർമാരുടെയും അവസ്ഥ. പാർക്കിന് നടുവിൽ ഒരു ആനയുടെ പൂർണ്ണകായ പ്രതിമ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നുണ്ട്. നദിയുടെ സ്വാഭാവിക സൗന്ദര്യം നുകരാൻ കഴിയുന്ന നിരവധി വ്യൂ പോയിന്റുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വ്യായാമം ചെയ്തോ നടന്നോ ക്ഷീണിച്ചു വരുന്നവർക്ക് കുടിവെള്ളം ലഭ്യമാക്കിയിട്ടും ഉണ്ട്. നദിയിലൊരു ബോട്ടിംഗ് സൗകര്യവും ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ നീന്തൽ ക്രമീകരണവും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകും. എന്നാൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അച്ചൻകോവിലാറ്റിൽ നീർനായ, മുതല എന്നിവയെ അപൂർവമായെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. വർഷകാലത്തെ വെള്ളപ്പൊക്കം ഇവിടെ പ്രവചനാതീതമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു പ്രധാന പ്രശ്നമായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവയൊന്നും ഇവിടെ ഏർപ്പെടുത്തി കാണാത്തത്. യോഗ ഹാളിൽ നിരവധി പേർക്ക് ഒരേ സമയം യോഗ പരിശീലനം നൽകാനും വിഷ്വൽ ക്രമീകരണത്തിലൂടെ ഓൺലൈനായി നിർദ്ദേശം നൽകുന്നതിനുമുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട്. തുടർന്ന് വരുന്ന സ്ഥലത്താണ് പഴയകാല ജീവിത ശൈലിയെ ഓർമ്മിപ്പിക്കുന്ന കാളവണ്ടി, ഉന്തുവണ്ടി, കാർഷിക പ്രവർത്തനങ്ങൾ, മാടക്കട, നിലമുഴുന്ന കർഷകൻ തുടങ്ങിയവയുടെ ചിത്രീകരണം കാണപ്പെടുന്നത്. എല്ലാവർക്കും സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടായ ശേഷം കേരളത്തിലെ ആളുകളുടെ ശരാശരി പ്രമേഹ നിരക്ക് കുതിച്ചുയർന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് ഏവരെയും അമ്പരപ്പിക്കും. ഇവിടെ ഒരു യഥാർത്ഥ കാറും സ്കൂട്ടറും മോട്ടോർ സൈക്കിളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2022 വരെയുള്ള കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. തൊട്ടടുത്ത് ഒരു മ്യൂസിയവും പരമ്പരാഗത കപ്പിയും കയറുമുള്ള കിണറും കാണാം. മ്യൂസിയം ഞങ്ങൾ ചെല്ലുമ്പോൾ തുറന്നിരുന്നില്ല. ഇവിടുത്തെ പ്രവേശനം സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ചെല്ലുമ്പോൾ നിരവധി ജീവനക്കാർ ഇവിടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രതിഫലവുമില്ലാതെ വലിയ തുക ചിലവഴിച്ച് ഈ തീം പാർക്ക് നിലനിർത്തുന്നത് കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിലാണ്. ഇവിടെ കുറേ ഗസ്റ്റ് റൂമുകൾ കാണാം. ആയുർവേദ വിധിപ്രകാരമുള്ള തിരുമ്മ്, സുഖചികിത്സ, ആവിക്കുളി എന്നിവ ഏർപ്പെടുത്തിയാൽ കുറേയെങ്കിലും ചെലവിനുള്ള പണം കണ്ടെത്താൻ സാധിച്ചേക്കും. കൂട്ടമായി ബുക്ക് ചെയ്യുന്നവർക്ക്
ഡോക്ടർമാരുടെ സംഘം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യ ക്ലാസ് എടുക്കുന്നത് ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു മിനി തിയേറ്ററും റിസപ്ഷൻ സെൻ്ററും ചെറിയ ക്യാൻറ്റീനും കൂടാതെ പാർക്കിൽ ഒരു ചെറിയ ഓപ്പൺ സ്റ്റേജും ഇവിടെ കാണാം. കുറേ കൂടി പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് ടിക്കറ്റ് ഏർപ്പെടുത്തി ഈ ആരോഗ്യ തീം പാർക്ക് ഡോക്ടർ വിജയകുമാറിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായി എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഒരു ദിവസം ചെലവഴിക്കുന്നത് ആരോഗ്യ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം തൃപ്തികരമായ ഒരു അനുഭവമായിരിക്കും. എന്നാൽ ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ അല്ലാതെ മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും പാർക്കിനകത്ത് ഇപ്പോൾ നിലവിലില്ല. പക്ഷേ പുറത്ത് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് താനും.